നോക്കിയപ്പോൾ നാളെ ഇന്ന് കണ്ടു. അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ ശനിദേവൻ എത്തി മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക്. ഞാൻ വന്നിട്ടുണ്ട്, ഇന്ന് മുതലാണ് ആരംഭിക്കണതെന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ എണീറ്റിട്ട് താനൊന്നും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ട് ആ ചുമരിൻ്റെ അടുത്തേക്ക് പോയിട്ടോ ശനിദേവൻ്റെ കയ്യും പിടിച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു, താൻ എന്തേ എഴുതിയിരിക്കണേ, നാളെ എന്നല്ലേ, പോയിട്ട് നാളെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ശനിദേവൻ എന്ത് ചെയ്തു, പോയി. പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം വന്നിട്ടും പറഞ്ഞു തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇതേപോലെ ശനിയുടെ കൈയും പിടിച്ചിട്ട് ആ ചുമരിൻ്റെ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, താൻ എന്താ എഴുതിയിരിക്കണത്, നാളെ എന്നല്ലേ, അപ്പോൾ നാളെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും ശനി ഇങ്ങോട്ട് വരും, പിന്നെയും ഭഗവാൻ പറഞ്ഞയക്കും. അങ്ങനെ ഈ 7.5 വർഷവും ശനിയെ ഇങ്ങോട്ടേക്ക് നടത്തിച്ചു നമ്മുടെ ഗുരുവായൂരപ്പൻ. അതാണ് പറയുന്നത്, ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഇതൊന്നും എത്തിയില്ല, ശനിയുടെ ഒന്നും ഏൽക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയും. മഹാദേവനാണെങ്കിലോ പേടി കൊണ്ട് അതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ഭഗവാനാണെങ്കിൽ ശനിദേവനെ ഈ 7.5 വർഷം നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ ശനിദേവനെ നമ്മുടെ ഭഗവാൻ പറ്റിച്ച ഒരു കഥ.